വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഷോർട്ടായിട്ടും സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെയിലി യൂസ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഒട്ടും ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി, അതായത് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയത്തില്ല, നിനക്കൊരിക്കലും അറിയില്ല. അതെങ്ങനെയാണ് പറയുന്നത്? യു നെവർ നോ. യു നെവർ നോ. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇന്ന രീതിയിൽ സംഭവിക്കുമെന്ന് നിനക്ക് അറിയില്ല, അതായത് ഉറപ്പില്ല എന്നുള്ള ഒരു അർത്ഥമാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിനക്കറിയില്ല അവൾ മനസ്സ് മാറ്റിയേക്കാം. അതെങ്ങനെ പറയും? യു നെവർ നോ ഷീ മൈറ്റ് ചേഞ്ച് ഹെർ മൈൻഡ്. യു നെവർ നോ ഷീ മൈറ്റ് ചേഞ്ച് ഹെർ മൈൻഡ്. ചേഞ്ച് ഹെർ മൈൻഡ് എന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സ് മാറ്റുക എന്നുള്ള അർത്ഥമാണ്. സോ ഷീ മൈറ്റ് ചേഞ്ച് ഹെർ മൈൻഡ് എന്ന് പറഞ്ഞാൽ അവൾ മനസ്സ് മാറ്റിയേക്കാം എന്നുള്ള അർത്ഥമാണ്. സോ നിനക്കറിയില്ല അവൾ മനസ്സ് മാറ്റിയേക്കാം എന്ന് പറയാനാണ് യു നെവർ നോ ഷീ മൈറ്റ് ചേഞ്ച് ഹെർ മൈൻഡ്. ഇതേപോലെ നിനക്ക് എപ്പോൾ അവൻ്റെ സഹായം ആവശ്യമായി വരുമെന്ന് നിനക്കൊരിക്കലും അറിയില്ല. അതെങ്ങനെ പറയും? യു നെവർ നോ വെൻ യു മൈറ്റ് നീഡ് ഹിസ് ഹെൽപ്പ്. യു നെവർ നോ വെൻ യു മൈറ്റ് നീഡ് ഹിസ് ഹെൽപ്പ്. വെൻ യു മൈറ്റ് നീഡ് ഹിസ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നിനക്ക് എപ്പോൾ അവൻ്റെ സഹായം ആവശ്യമായി വരുമെന്ന് എന്നുള്ള മീനിങ് ആണ്. യു നെവർ നോ വെൻ യു മൈറ്റ് നീഡ് ഹിസ് ഹെൽപ്പ്. ഇനി വാതിൽ അടച്ചിടുക എന്ന് പറയണം. അതെങ്ങനെ പറയും? വാതിൽ അടയ്ക്കുക എന്ന് പറയാൻ നമുക്കറിയാം ക്ലോസ് ദ ഡോർ. ക്ലോസ് ദ ഡോർ. ക്ലോസ് എന്ന് പറഞ്ഞാൽ അടയ്ക്കുക എന്നാണ്. ക്ലോസ് ദ ഡോർ എന്ന് പറഞ്ഞാൽ വാതിൽ അടയ്ക്കുക. സോ വാതിൽ അടച്ചിടുക എന്ന് പറയുന്നത് കീപ് ദ ഡോർസ് ക്ലോസ്ഡ്. കീപ് ദ ഡോർസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ വാതിൽ അടച്ചിടുക എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അത് ഉടനെ എത്തും എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് വിൽ അറൈവ് ഷോർട്ട്ലി. ഇറ്റ് വിൽ അറൈവ് ഷോർട്ട്ലി. ഷോർട്ട്ലി എന്ന് പറഞ്ഞാൽ ഉടൻ എന്നുള്ള അർത്ഥമാണ്. അറൈവ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. സോ അത് ഉടനെ എത്തും എന്ന് പറയാനാണ് ഇറ്റ് വിൽ അറൈവ് ഷോർട്ട്ലി. ഇനി എന്തിൻ്റെയെങ്കിലും ഉപയോഗം കുറയ്ക്കുക എന്ന് പറയാൻ, അതായത് ഇപ്പം പഞ്ചസാര കുറയ്ക്കുക അല്ലെങ്കിൽ ചായയുടെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു വേർഡാണ് കട്ട് ഡൗൺ. കട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. സോ ചായ കുറയ്ക്കുക എന്ന് പറയാം കട്ട് ഡൗൺ ഓൺ ടീ എന്ന് പറയാം. കട്ട് ഡൗൺ ഓൺ ടീ. അല്ലെങ്കിൽ പഞ്ചസാര കുറയ്ക്കുക എന്ന് പറയാനാണെങ്കിൽ കട്ട് ഡൗൺ ഓൺ ഷുഗർ എന്ന് പറയാം. ഇനി അടുത്തത്, അത് എൻ്റെ സ്വന്തം തീരുമാനമായിരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് വാസ് മൈ ഓൺ ഡിസിഷൻ. ഇറ്റ് വാസ് മൈ ഓൺ ഡിസിഷൻ. മൈ ഓൺ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം തീരുമാനം എന്നുള്ള അർത്ഥമാണ്. സോ ഇറ്റ് വാസ് മൈ ഓൺ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വന്തം തീരുമാനമായിരുന്നു എന്നാണ് മീനിങ്. ഇറ്റ് വാസ് മൈ ഓൺ ഡിസിഷൻ. ഇനി അടുത്തത്, ഇന്ന് വൈകുന്നേരം തണുപ്പാകും എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് വിൽ ബി കോൾഡ് ദിസ് ഈവനിങ്. ഇറ്റ് വിൽ ബി കോൾഡ് ദിസ് ഈവനിങ്. ദിസ് ഈവനിങ് എന്ന് പറഞ്ഞാൽ ഇന്നു വൈകുന്നേരം എന്നാണ്. സോ അതിന് നമ്മൾ ഒരിക്കലും ടുഡേ ഈവനിങ് എന്ന് പറയത്തില്ല, ദിസ് ഈവനിങ് ആണ് എന്നാണ് പറയേണ്ടത്. സോ ഇറ്റ് വിൽ ബി കോൾഡ് ദിസ് ഈവനിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം തണുപ്പാകും എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് വിൽ ബി കോൾഡ് ദിസ് ഈവനിങ്. ഇനി അടുത്തത്, നമ്മൾ മുടന്തി നടക്കുക അല്ലെങ്കിൽ ഞൊണ്ടി നടക്കുക എന്ന് പറയത്തില്ലേ, അതിന് പറയാവുന്നത് ലിംപിങ് എന്നാണ്, അല്ലെങ്കിൽ വാക്ക് വിത്ത് എ ലിംപ് എന്നും പറയാം. സോ അവൻ ഞൊണ്ടി നടക്കുകയാണ് എന്നെങ്ങനെ പറയും? ഹീ ഈസ് ലിംപിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹീ ഈസ് വാക്കിംഗ് വിത്ത് എ ലിംപ് എന്ന് പറയാം. ഹീ ഈസ് വാക്കിംഗ് വിത്ത് എ ലിംപ്. ഹീ ഈസ് ലിംപിങ് അല്ലെങ്കിൽ ഹീ ഈസ് വാക്കിംഗ് വിത്ത് എ ലിംപ്. ഇനി അടുത്തത്, മനസ്സ് ശൂന്യമായി പോവുക എന്ന് പറയത്തില്ലേ, അത് എങ്ങനെയാണ് പറയുന്നത്? അതായത് എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ശൂന്യമായി പോയി, അതായത് ഒന്നും പറയാൻ പറ്റാത്ത പോലെ ആയിപ്പോയി എന്ന് പറയണം. അതെങ്ങനെ പറയും? മൈ മൈൻഡ് വെൻറ്റ് അബ്സല്യൂട്ട്ലി ബ്ലാങ്ക് എന്ന് പറയാം. മൈ മൈൻഡ് വെൻറ്റ് അബ്സല്യൂട്ട്ലി ബ്ലാങ്ക്. അബ്സല്യൂട്ട്ലി ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ശൂന്യം എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് എന്നും പറയാം. മൈ മൈൻഡ് വെൻറ്റ് അബ്സല്യൂട്ട്ലി ബ്ലാങ്ക്. ഇനി അടുത്തത്, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറയും. അതെങ്ങനെ പറയും? ലെറ്റ്സ് ഗോ ഹാവ് എ ലുക്ക്. ലെറ്റ്സ് ഗോ ഹാവ് എ ലുക്ക്. ഹാവ് എ ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നുള്ള അർത്ഥമാണ്.
സോ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറയാനാണ് ലെറ്റ്സ് ഗോ ഹാവ് എ ലുക്ക്. ഇനി അടുത്തത്, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നു എന്ന് പറയണം. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എന്നെങ്ങനെയാണ് പറയുന്നത്? വെൻ ഐ വാസ് എ ചൈൽഡ്. വെൻ ഐ വാസ് എ ചൈൽഡ്. എനിക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നു. ഐ ഹാഡ് ലോങ് ഹെയർ. ഐ ഹാഡ് ലോങ് ഹെയർ. സോ ഐ ഹാഡ് ലോങ് ഹെയർ വെൻ ഐ വാസ് എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്ത സെൻറ്റൻസ്, അവൾ എല്ലാവരിലും മൂത്തതാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? എല്ലാവരിലും മൂത്തത് എന്നെങ്ങനെ പറയും? ദി എൽഡസ്റ്റ് ഓഫ് ഓൾ. ദി എൽഡസ്റ്റ് ഓഫ് ഓൾ. സോ ഷീ ഈസ് ദി എൽഡസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ അവൾ എല്ലാവരിലും മൂത്തതാണ് എന്നാണ് മീനിങ്. ഷീ ഈസ് ദി എൽഡസ്റ്റ് ഓഫ് ഓൾ. ഇനി അടുത്ത സെൻറ്റൻസ്, എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്ക് ഉറപ്പില്ല എന്ന് പറയാൻ ഐ എം നോട്ട് ഷുവർ എന്ന് പറയാം. ഐ എം നോട്ട് ഷുവർ. എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഐ ക്യാൻ ഡു ദാറ്റ്. ഐ ക്യാൻ ഡു ദാറ്റ്. സോ എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്നെങ്ങനെ പറയും? ഐ എം നോട്ട് ഷുവർ ഐ ക്യാൻ ഡു ദാറ്റ്. ഐ എം നോട്ട് ഷുവർ ഐ ക്യാൻ ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഇതിലേതാണ് നല്ലത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വിച്ച് വൺ ഈസ് ബെറ്റർ. വിച്ച് വൺ ഈസ് ബെറ്റർ. ബെറ്റർ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നുള്ള മീനിങ് ആണ്. സോ വിച്ച് വൺ ഈസ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇതിലേതാണ് നല്ലത് എന്നുള്ള മീനിങ് ആണ്. ഇനി ഇതിലേതാണ് വിലക്കുറവ് എന്ന് ചോദിക്കണമെങ്കിലോ വിച്ച് വൺ ഈസ് ചീപ്പർ എന്ന് പറയാം. വിച്ച് വൺ ഈസ് ചീപ്പർ. ചീപ്പർ എന്ന് പറഞ്ഞാൽ വിലക്കുറവുള്ളത് എന്നാണ് മീനിങ്. വിച്ച് വൺ ഈസ് ചീപ്പർ. ഇനി അടുത്ത സെൻറ്റൻസ്, ഞാൻ അവനുമായി ചങ്ങാത്തം കൂടാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ പറയും? ഐ വോണ്ട് ടു ബി ഫ്രണ്ട്സ് വിത്ത് ഹിം. ഐ വോണ്ട് ടു ബി ഫ്രണ്ട്സ് വിത്ത് ഹിം. ടു ബി ഫ്രണ്ട്സ് വിത്ത് സമ്മൺ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമായിട്ട് ചങ്ങാത്തം കൂടുക എന്നുള്ള അർത്ഥമാണ്. സോ ഐ വോണ്ട് ടു ബി ഫ്രണ്ട്സ് വിത്ത് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനുമായിട്ട് ചങ്ങാത്തം കൂടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഇനി നമ്മൾ ചില സമയത്ത് ക്ഷീണമൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പം പരിസരം പോലും മറന്ന് കിടന്ന് ഉറങ്ങാറുണ്ടല്ലേ. സോ അങ്ങനെയുള്ളപ്പം യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് സ്ലീപ്പ് ലൈക്ക് എ ലോഗ്. സ്ലീപ്പ് ലൈക്ക് എ ലോഗ് എന്ന് പറഞ്ഞാൽ പരിസര ബോധം പോലും ഇല്ലാതെ കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഗാഠനിദ്രയിലാകുക എന്നുള്ള മീനിങ് ആണ്. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ പരിസരബോധം പോലും ഇല്ലാതെ കിടന്ന് ഉറങ്ങിപ്പോയി, ഇടി വെട്ടിയതുപോലും ഞാൻ കേട്ടില്ല. അങ്ങനെ പറയണമെങ്കിൽ അതെങ്ങനെ പറയും? ഐ സ്ലെപ്റ്റ് ലൈക്ക് എ ലോഗ്. ഐ ഡിഡൻറ്റ് ഈവൻ ഹിയർ ദ തണ്ടർ സ്റ്റോം എന്ന് പറയാം. ഐ സ്ലെപ്റ്റ് ലൈക്ക് എ ലോഗ്. ഐ ഡിഡൻറ്റ് ഈവൻ ഹിയർ ദ തണ്ടർ സ്റ്റോം. ഡിഡൻറ്റ് ഈവൻ ഹിയർ എന്ന് പറഞ്ഞാൽ കേട്ടുപോലുമില്ല എന്നുള്ള അർത്ഥമാണ്. തണ്ടർ സ്റ്റോം എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് ആണ്, കാര്യങ്ങൾ നേരെയാകും എന്ന് പറയണം. അതെങ്ങനെ പറയും? അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ശരിയാകും. അതെങ്ങനെ പറയും? തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. ഗെറ്റ് ബെറ്റർ എന്ന് പറഞ്ഞാൽ നേരെയാകുക, മെച്ചപ്പെടുക എന്നുള്ള അർത്ഥമാണ്. തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. ഇനി ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പം ആരെങ്കിലും വേറൊരു ഭാഷയിൽ നമ്മളോട് സംസാരിക്കുവാണ്, അതായത് ഹിന്ദിയിൽ സംസാരിക്കുവാണെന്ന് വെച്ചു. അപ്പം നമുക്ക് ഹിന്ദി ശരിക്കും സംസാരിക്കാൻ അറിയില്ല. അപ്പം നമ്മൾ അവരോട് പറയത്തില്ലേ, ക്ഷമിക്കണം, ഞാൻ നന്നായി ഹിന്ദി സംസാരിക്കില്ല. അതെങ്ങനെയാണ് പറയുന്നത്? ക്ഷമിക്കണം എന്ന് പറയണമെങ്കിൽ ഐ എം സോറി എന്ന് പറയാം. ഞാൻ നന്നായിട്ട് ഹിന്ദി സംസാരിക്കില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് സ്പീക്ക് ഹിന്ദി വെൽ. ഐ ഡോണ്ട് സ്പീക്ക് ഹിന്ദി വെൽ. അതായത് ക്ഷമിക്കണം, ഞാൻ നന്നായിട്ട് ഹിന്ദി സംസാരിക്കില്ല എന്നാണ് അർത്ഥം. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്ന് പറയണം. അത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? അതെങ്ങനെ ചോദിക്കും? ഹൗ ഡു യു സേ ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? ഹൗ ഡു യു സേ ദാറ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്തത്, അവൻ വളരെ ശാന്തനായി എന്ന് പറയണം. അതെങ്ങനെ പറയും? ഹി ഹാസ് ബിക്കം വെരി കാം. ഹി ഹാസ് ബിക്കം വെരി കാം. കാം എന്ന് പറഞ്ഞാൽ ശാന്തം എന്നുള്ള അർത്ഥമാണ്. സോ അവൻ വളരെ ശാന്തനായി എന്ന് പറയാനാണ് ഹി ഹാസ് ബിക്കം വെരി കാം. ഇനി അടുത്തത്,
പേജ് മറിക്കുക എന്ന് പറയണം. മറിക്കുക എന്ന് പറയുന്നത് ടേൺ ഓവർ എന്നാണ്. സോ ടേൺ ഓവർ ദ പേജ് എന്ന് പറയാം. ടേൺ ഓവർ ദ പേജ് എന്ന് പറഞ്ഞാൽ പേജ് മറിക്കുക എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ നമുക്ക് ടേൺ ദ പേജ് ഓവർ എന്നും പറയാം. രണ്ടിനും സെയിം മീനിങ് ആണ്. പേജ് മറിക്കുക എന്നുള്ള അർത്ഥമാണ്. ടേൺ ഓവർ ദ പേജ് അല്ലെങ്കിൽ ടേൺ ദ പേജ് ഓവർ. ഇനി അടുത്തത്, എനിക്കെൻ്റെ സഹോദരിയുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് എന്ന് പറയും. അതെങ്ങനെ പറയും? I have a lot in common with my sister. I have a lot in common with my sister. A lot എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നുള്ള അർത്ഥമാണ്. In common എന്ന് പറഞ്ഞാൽ സാമ്യമുള്ള എന്നുള്ള അർത്ഥമാണ് ഇവിടെ. സോ ഐ ഹാവ് എ ലോട്ട് ഇൻ കോമൺ വിത്ത് മൈ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ സഹോദരിയുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് എന്നാണ് മീനിങ്. ഐ ഹാവ് എ ലോട്ട് ഇൻ കോമൺ വിത്ത് മൈ സിസ്റ്റർ. ഇനി അടുത്ത സെൻറ്റൻസ്, എനിക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയണം. ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? കോൺസെൻട്രേറ്റ്. സോ ഐ കാൺട്ട് കോൺസെൻട്രേറ്റ് അറ്റ് ദ മൊമെൻറ്റ്. അതായത് എനിക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അർത്ഥമാണ്. ഐ കാൺട്ട് കോൺസെൻട്രേറ്റ് അറ്റ് ദ മൊമെൻറ്റ്. ഇനി അടുത്തത്, നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ലെറ്റ്സ് ഡു സംതിങ് ഡിഫറെൻറ്റ്. ലെറ്റ്സ് ഡു സംതിങ് ഡിഫറെൻറ്റ്. സംതിങ് ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്നുള്ള അർത്ഥമാണ്. ലെറ്റ്സ് ഡു എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം എന്നുള്ള അർത്ഥമാണ്. സോ ലെറ്റ്സ് ഡു സംതിങ് ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള മീനിങ് ആണ്. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ശ്രമിക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ട്രൈ സംതിങ് ന്യൂ. ട്രൈ സംതിങ് ന്യൂ. സംതിങ് ന്യൂ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് എന്തെങ്കിലും എന്നുള്ള അർത്ഥമാണ്. ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക. സോ ട്രൈ സംതിങ് ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലും ശ്രമിക്കുക എന്നുള്ള മീനിങ് ആണ്. ട്രൈ സംതിങ് ന്യൂ. ഇനി അടുത്തത്, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അത് സംശയമില്ലാതെ പറയാം എന്ന് പറയാറില്ലേ? ഈ സംശയമില്ലാതെ എന്നെങ്ങനെയാണ് പറയുന്നത്? വിത്തൗട്ട് എ ഡൗട്ട്. വിത്തൗട്ട് എ ഡൗട്ട്. ഡൗട്ട് എന്ന് പറഞ്ഞാൽ സംശയം എന്നാണ്. സോ സംശയമില്ലാതെ എന്ന് പറയാനാണ് വിത്തൗട്ട് എ ഡൗട്ട്. അതായത് ഒരു സെൻറ്റൻസ് പറയുവാണെങ്കിൽ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വിദ്യാർത്ഥി അവളാണെന്ന് സംശയമില്ലാതെ പറയാം. അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വിദ്യാർത്ഥി അവളാണെന്നുള്ളതിൽ സംശയമില്ല. അതെങ്ങനെ പറയും? She is without a doubt the best student I have ever taught. She is without a doubt the best student I have ever taught. I have ever taught എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് എന്നുള്ള അർത്ഥമാണ്. She is without a doubt the best student എന്ന് പറഞ്ഞാൽ അവളാണ് മികച്ച വിദ്യാർത്ഥി എന്നുള്ളതിൽ സംശയമില്ല എന്നുള്ള മീനിങ് ആണ്. She is without a doubt the best student I have ever taught. ഇനി അടുത്തത്, അത് ഉടനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? It is not going to happen anytime soon. It's not going to happen anytime soon. Anytime soon എന്ന് പറഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ അടുത്ത സമയത്ത് എന്നുള്ള അർത്ഥമാണ്. ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക എന്നാണ്. സോ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള അർത്ഥമാണ്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ എനി ടൈം സൂൺ. അത് ഉടനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നീ അവനോട് മാപ്പ് പറയുന്നതാണ് നല്ലത് എന്ന് പറയണം. അതെങ്ങനെ പറയും? യു വുഡ് ബെറ്റർ സേ സോറി ടു ഹിം. യു വുഡ് ബെറ്റർ സേ സോറി ടു ഹിം. സേ സോറി എന്ന് പറഞ്ഞാൽ മാപ്പ് പറയുക എന്നുള്ള അർത്ഥമാണ്. യു വുഡ് ബെറ്റർ സേ സോറി എന്ന് പറഞ്ഞാൽ നീ മാപ്പ് പറയുന്നതാണ് നല്ലത് എന്നുള്ള അർത്ഥമാണ്. യു വുഡ് ബെറ്റർ സേ സോറി ടു ഹിം. ഇനി അടുത്തത്, ഞാൻ കുറച്ച് പണം ലാഭിക്കണമായിരുന്നു. അതെങ്ങനെ പറയും? എന്തെങ്കിലും ചെയ്യണമായിരുന്നു എന്ന് പറയണമെങ്കിൽ അവിടെ ഷുഡ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷുഡ് ഹാവ് വന്നു കഴിയുമ്പം വേർബിൻ്റെ V3 ഫോമാണ്
യൂസ് ചെയ്യേണ്ടത്. അപ്പം ലാഭിക്കുക എന്ന് പറയാൻ നമുക്ക് സേവ് എന്ന് പറയാം. അപ്പം അതിൻ്റെ V3 ഫോം സേവ്ഡ് ആണ്. സോ ഐ ഷുഡ് ഹാവ് സേവ്ഡ് സം മണി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പണം ലാഭിക്കണമായിരുന്നു എന്നാണ് മീനിങ്. ഐ ഷുഡ് ഹാവ് സേവ്ഡ് സം മണി. ഇനി അടുത്തത്, നിന്നെ ആരാണത് പഠിപ്പിച്ചത്? അതെങ്ങനെ പറയും? ഹൂ ടോട്ട് യു ദാറ്റ്. ഹൂ ടോട്ട് യു ദാറ്റ്. ടോട്ട് എന്നുള്ളത് ടീച്ചിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സോ ഹൂ ടോട്ട് യു ദാറ്റ് എന്ന് ചോദിച്ചാൽ നിന്നെ ആരാണത് പഠിപ്പിച്ചത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അതിവിടെ നിന്ന് എത്ര ദൂരെയാണ്? ഹൗ ഫാർ ഇസ് ഇറ്റ് ഫ്രം ഹിയർ? ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്നുള്ള അർത്ഥമാണ്. ഹൗ ഫാർ ഇസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ അത് എത്ര ദൂരെയാണ് എന്നാണ് മീനിങ്. സോ ഹൗ ഫാർ ഇസ് ഇറ്റ് ഫ്രം ഹിയർ എന്ന് ചോദിച്ചാൽ അത് ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് എന്നാണ് മീനിങ്. ഹൗ ഫാർ ഇസ് ഇറ്റ് ഫ്രം ഹിയർ. ഇനി അവന് സങ്കടമാണ്. ഈ സങ്കടം എന്ന് പറയാൻ നമ്മൾ സാധാരണ സാഡ് എന്ന് പറയും. അത് കൂടാതെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഫീലിംഗ് ഡൗൺ. സോ ഹീ ഈസ് ഫീലിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ അവന് സങ്കടമാണ് എന്നുള്ള അർത്ഥമാണ്. ഹീ ഈസ് ഫീലിംഗ് ഡൗൺ. സോ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് ഈ കണ്ടത്. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.